ധർമ്മപുത്രർ ഭീമൻ്റെയും അർജുനൻ്റെയും നേരെ നോക്കിയിട്ട് പുരികം കൊണ്ട് ആജ്ഞ കൊടുത്തു, പോയി അടിച്ചോളാൻ. അവർ രണ്ടുപേരും ഒന്ന് കയറി. അതിൻ്റെ പിന്നാലെ നകുലനും സഹദേവനും. എല്ലാ അസ്ത്രങ്ങളും പഠിച്ചിട്ടുള്ള എല്ലാ അസ്ത്രങ്ങളും പ്രയോഗിക്കാൻ അവർക്ക് അവസരം കിട്ടി. അങ്ങനെ അസ്ത്രം പ്രയോഗിച്ചപ്പോഴാണ് ഒരു കാര്യം ബോധ്യമായത്. ഈ പാഞ്ചാലൻ എന്ന് പറയുന്ന അല്പം പ്രായമായ മനുഷ്യനെ, രാജാവിനെ അങ്ങനെ എളുപ്പത്തിൽ യുദ്ധത്തിൽ കീഴ്പ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആയോധന പാടവമല്ല അദ്ദേഹം അഭ്യസിച്ച് വച്ചിരിക്കുന്നത് എന്നിവർക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചു. ഇവർ ഈ പഠിച്ചു വെച്ചതൊക്കെ അതേപോലെ പ്രതിയോഗി ഇല്ലാത്തപ്പോൾ കാണിച്ച അഭ്യാസ പ്രകടനങ്ങളുടെ മികവ് ഒരു പ്രഗത്ഭനായ ഒരു പ്രതിയോഗിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രദർശിപ്പിക്കാൻ സാധ്യമല്ല എന്നവർക്ക് ബോധ്യമാകുന്നത് അപ്പോഴാദ്യമായിട്ടാണ്. അപ്പോൾ ഭീമൻ അർജുനൻ്റെ മുഖത്തേക്ക് നോക്കി, അർജുനൻ ഭീമൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താണ്? മൂപ്പിൽസിനെ അങ്ങനെ അങ്ങോട്ട് എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഭീമന് ചില കാര്യങ്ങൾ അവിടെ ബോധ്യപ്പെടുത്തി. ചില ആനകളൊക്കെ അടിച്ചു കൊല്ലാൻ സാധിച്ചു. അത് നേരത്തെ ബോധ്യപ്പെട്ടിരുന്നില്ല. അടിച്ചു കൊല്ലാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് ഭാവനയിൽ ധാരണ മാത്രമേ ഉണ്ടായിരുന്നു. ആനകളെ അടിച്ചു കൊന്നു, ചെറിയ തേരുകളൊക്കെ എടുത്ത് പൊക്കി എറിഞ്ഞു. അപ്പോൾ അതും അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്താൻ ഇടം കൊടുത്തു ഈ പാഞ്ചാല യുദ്ധം. അങ്ങനെ അദ്ദേഹം തേരിൽ നിന്ന് ഇറങ്ങുകയും, തേരിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആൾ തേര് അമ്പുമില്ലും അതുകൊണ്ട് ഉള്ള യുദ്ധമുണ്ട്, ധനുർവേദ ശാസ്ത്രം അനുസരിച്ചുള്ള യുദ്ധമുണ്ട്. ദേഷ്യം കൂടുമ്പോൾ ഈ വില്ലെടുത്ത് അവിടെ വെച്ചിട്ട് വില്ലൊന്നും അദ്ദേഹത്തിന് പോരാ. അതൊക്കെ അവിടെ വെച്ചിട്ട് അദ്ദേഹം ഇറങ്ങി ചെറിയ ചെറിയ തേരുകളൊക്കെ എടുത്ത് വലിച്ചങ്ങ് എറിയുക. അങ്ങനെ വലിയ തേരുകളാണെങ്കിൽ അതിൽ ചക്രം ഊരിയെടുക്കുക, വരുന്നവരെയൊക്കെ തൊഴിച്ചും ചവിട്ടിയും ഓടിക്കുക മറ്റു ഭടന്മാരെ. ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാനുള്ള സന്ദർഭം കിട്ടി. അർജുനൻ അവസാനം യുദ്ധത്തിൽ പാഞ്ചാലൻ്റെ വില്ലറുത്ത്, പാഞ്ചാലൻ്റെ ആയുധങ്ങൾ ഇരിക്കുന്ന ആയുധ അറ എന്തിലെ? തേരിൽ, തേര് അവതാഴിയല്ല, തേരിൽ ശേഖരിച്ച് വച്ചിരുന്ന തേരിലെ ആയുധങ്ങളുടെ അറ, ആയുധ സന്നിവേശം എന്നാണ് ഇത് പറയുന്നത്. ആയുധ സന്നിവേശം തകർത്തത്. വില്ല് മറുത്തു. അപ്പോൾ വില്ലെടുത്താൽ എന്താണ്? ഉടനെ അതിൽ നിന്ന് വില്ലെടുത്ത് കൊടുക്കാൻ അവിടെ ആൾ നിൽക്കുന്നുണ്ട്. ഈ അറയിൽ പെട്ടെന്ന് വില്ല് കയ്യിൽ എത്തത്തക്ക വിധത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾ നിൽക്കുകയാണ്. അവിടെ ഇതിൻ്റെ കലവറ സൂക്ഷിപ്പുകാരനുണ്ട്, ആയുധ കലവറയുടെ. പെട്ടെന്ന് വില്ല് കയ്യിലെത്തും. അതാണ് ആദ്യം തകർത്ത് കളഞ്ഞത്. ഈ തോൽപ്പിച്ചേ മതിയാവുന്നു വന്നപ്പോൾ. അപ്പോൾ ഇദ്ദേഹത്തിന് വില്ല് കിട്ടാതെ വന്നു. അപ്പോൾ നിരായുധനായി. അപ്പോൾ ഭീമൻ ഒരൊറ്റ ചാട്ടമാണെന്ന് ഇത് കണ്ടപ്പോൾ ഭീമൻ നിന്നെടുത്ത് നിന്ന് ഒറ്റ ചാട്ടത്തിന് ചാടി ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു. തേരാകെ കുലുങ്ങി അദ്ദേഹത്തിൻ്റെ. പിടിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ പിടിച്ചു കെട്ടി. അപ്പോൾ പാഞ്ചാലന് മനസ്സിലായി, എന്നെ തോൽപ്പിക്കാൻ പറ്റിയ ചില കുമാരന്മാർ പുതുതായി വന്നിരിക്കുന്നു ഹസ്തിനപുരിയിൽ. പാണ്ഡുവിൻ്റെ പരമ്പരയിൽപ്പെട്ട ഇവർ എന്നെ തോൽപ്പിക്കാൻ പറ്റിയവരാണ്, കൊള്ളാം എന്ന് അദ്ദേഹം ഉള്ളിൽ അഭിനന്ദിച്ചു. ഇതാണ് വലിയൊരു യോദ്ധാവിൻ്റെ ലക്ഷണം. സാധാരണയിൽ അങ്ങനെ ഒരു അഭിനന്ദനം തോന്നുന്നില്ല യുദ്ധത്തിൽ. പലപ്പോഴും അഭിമന്യു യുദ്ധം ചെയ്തപ്പോൾ ഇദ്ദേഹം വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കും. ദ്രോണാചാരി യുദ്ധം കാണാനേ അവരിങ്ങനെ അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ വയ്യാത്ത വേഗത്തിൽ ഇങ്ങനെ അറുത്ത് തകർത്ത് മുന്നിലേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ അഭിമാനവും അത്ഭുതവും അതിശയവും തോന്നി. ഇത് ആചാര്യന് ഇങ്ങനെ യുദ്ധം ചെയ്യാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് ജ്വലിച്ച കോപത്തോടുകൂടി അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നോ, അവൻ്റെ കൈകൊണ്ട് ചാകാം എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഇദ്ദേഹം താൻ യുദ്ധക്കളത്തിലാണല്ലോ നിൽക്കുന്നതെന്ന് ഓർത്തത്. ഇങ്ങനെ അഭിനന്ദിക്കാനുള്ളൊരു കഴിവ് വേണം. ഇതിനാണ് നാം ഇപ്പോൾ എന്തോന്ന് പറയുന്നത്, സ്പോർട്സ്മാൻ സ്പിരിറ്റ്. കള്ളക്കടത്തിൻ്റെ സ്പിരിറ്റ് അല്ല, ഇത് അന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനേക്കാളും വലിയൊരു സംഗതിയാണ്. ഏതിനേക്കാളും ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാളും ഉന്നതമായ ഒരു ഭാവത്തിൻ്റെ തലത്തിലാണ് ഇവർ നിൽക്കുന്നത്. ഇത് പാഞ്ചാലനും ഉണ്ടായിരുന്നു, അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിലും. പിൽക്കാലത്ത് അദ്ദേഹത്തിന് മകളുണ്ടായപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഇവരിൽ ആരെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇവളെ വിവാഹം കഴിച്ച് കൊടുക്കാമായിരുന്നു എന്നാണ്. അന്ന് അവരുള്ളതായിട്ട് ചരിത്രത്തിലില്ല, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ആ കഥാഭാഗത്തേക്ക് നാം പിന്നീട് വരും. പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് അപ്പോൾ ഇവർ ഓടിപ്പോയപ്പോൾ എന്താ ഇവർ വിചാരിച്ചത്? കൗരവന്മാർ പാണ്ഡവരെ കൊണ്ടും ഇത് സാധിക്കില്ല, കർണനെ കൊണ്ട് സാധിക്കാത്തതാണോ ഇനിയിപ്പോൾ അർജുനനെ കൊണ്ടും ഭീമനെ കൊണ്ടും മറ്റും സാധിക്കാൻ പോകുന്നത്? ഭീമൻ ഒരാളെ തോൽപ്പിക്കാൻ സാധിക്കും, പക്ഷെ കൈ കിട്ടണം.
ഇത് അമ്പും വില്ലായിട്ട് ദൂരെ നിന്നുകൊണ്ട് പൊരുതുന്ന പാഞ്ചാലനെ എങ്ങനെയാണ് ഭീമൻ്റെ കയ്യിൽ കിട്ടുന്നത്? ഭീമൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ തീർന്നു കഥ. അത് കയ്യിൽ കിട്ടാൻ പോകുന്നില്ല, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അടുക്കാൻ സാധ്യമല്ല. നാനാഭാഗങ്ങളിലേക്കും ഒരേ സമയത്ത് വില്ലിൽ നിന്ന് അമ്പ് തൊടുത്തുവിടുന്ന അതിശയകരമായ യുദ്ധവൈഭവം. അപ്പോൾ അടുക്കാൻ ഒക്കില്ല, അതുകൊണ്ട് ഭീമന് പിടിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് പാണ്ഡവന്മാർ തോറ്റു വരുന്ന കാഴ്ച കാണാനായിട്ട് ഇവരെന്ത് ചെയ്തു? ഇവർ രാജധാനിയുടെ മുഖമണ്ഡപത്തിൽ തന്നെ നിന്നു. അപ്പോൾ വരുമ്പോൾ ഒരു ചുമടുമായിട്ടാണ് വരുന്നത്. എന്താണ് ഈ ചുമട്? ചുമട് പാഞ്ചാലനാണ്. അത് വലിയ അസൂയുണ്ടായി, പ്രത്യേകിച്ച് ദുര്യോധനൻ. ദുര്യോധനൻ പ്രവർത്തിക്കുന്നതാണല്ലോ മറ്റേ അനിയന്മാരുടെ എല്ലാം പ്രവൃത്തിയുടെ മുൻ ആധാരം. അത് വലിയ അസൂയ ഉണ്ടാക്കി. പഴയ അസൂയ കത്തി കാളാൻ ഇത് കാരണമായി. ഈ അരങ്ങേറ്റം കഴിഞ്ഞ് ഇതൊന്ന് ശമിച്ചു കിടന്നിരുന്നതാണ് ഈ അസൂയ, ഈ ഈർഷ്യ, ഈ സഹിക്കായ വൈദഗ്ധ്യത്തെ സഹിക്കായ കത്തിക്കാളാൻ കാരണമായി. അദ്ദേഹം വളരെ കോപത്തോടുകൂടി, ജ്വലിച്ച കോപത്തോടുകൂടി ദുര്യോധനൻ അന്തഃപുരത്തിലേക്ക് കയറിപ്പോയി. കൊണ്ടുവന്ന് ദ്രോണാചാര്യൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു. പിടിച്ചു കെട്ടിയ ബദ്ധനായ ബന്ധിതനെന്ന് പ്രയോഗിക്കുന്നത് തെറ്റാണെന്നൊക്കെ ചില ഈ തെറ്റും ശരിയും എന്നൊക്കെ പറഞ്ഞ് വ്യാകരണം എഴുതുന്ന ആൾ പറയുന്നത് ഒരു തെറ്റുമില്ല അതിനകത്ത്. അർത്ഥത്തിന് ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ബന്ധിതനാക്കിയ അല്ലെങ്കിൽ ബദ്ധനാക്കിയ പാഞ്ചാലനെ കൊണ്ടുവന്ന് ദ്രോണാചാര്യരുടെ മുമ്പിൽ വച്ചു കൊടുത്തിട്ട് അവർ മാറി തൊഴുതുകൊണ്ട് നിന്നു. അപ്പോൾ അദ്ദേഹം ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇദ്ദേഹവും പുഞ്ചിരിക്കുമെന്നാണ് ആര് പ്രതീക്ഷിക്കുന്നത്? ദ്രോണാചാര്യൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പുഞ്ചിരിച്ചില്ല. പുഞ്ചിരിക്കണം. അപ്പോഴാണ് ഈ കാലുഷ്യമില്ലാതെ വരുന്നതേ. കാലുഷ്യമില്ലാത്തവൻ പുഞ്ചിരിക്കും. തോറ്റു കിടക്കുകയാണ്, പക്ഷേ പുഞ്ചിരിക്കുന്നതിന് ഒരു പ്രയാസമില്ല. പുഞ്ചിരിച്ചില്ല. അത് വ്യക്തിത്വത്തിലെ ഒരു ദൂഷ്യമാണ്. പണ്ട് ഞാൻ ഇദ്ദേഹം സുഹൃത്തായി വന്നപ്പോൾ, ഇദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നതുകൊണ്ട്, സതീർത്ഥ്യനായിരുന്നതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതായിരുന്നു. കൊട്ടാരത്തിൽ താമസിപ്പിക്കാം. അനേകം ബ്രാഹ്മണർ, 10,000 ബ്രാഹ്മണർ നിത്യേന അവിടെ സദ്യ കൊണ്ട് വെറുതെ താമസിക്കുന്നു. ഇപ്പം നമ്മുടെ അമ്പലങ്ങളിലാണ് അങ്ങനെയൊക്കെ എല്ലാവർക്കും സദ്യ കൊടുക്കുന്ന അമ്പലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ താമസിക്കുന്നത്. ധർമ്മശാല എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ആർക്കും സദ്യ കിട്ടും. എവിടെയാണത്? മൈസൂരിൽ. മൂകാംബികയിൽ നിന്ന് പോകുന്ന ഉണ്ണാനുള്ള ആളുകളെല്ലാം അങ്ങോട്ട് പോകും. എല്ലാവർക്കും അവിടെ സദ്യ കൊടുക്കും. അങ്ങനെ സദ്യ കൊടുക്കുന്ന അമ്പലങ്ങളുണ്ട്, ധർമ്മശാലകളുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ അത് ക്ഷേത്രങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഈ സദ്യയുണ്ട്. പിന്നെ ഗവൺമെൻറ് എത്രയാണ് അതിഥി സൽക്കാരത്തിന് ചിലവഴിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് വരുന്ന വിസിറ്റേഴ്സ്, ഗവർണർക്ക് വരുന്ന വിസിറ്റേഴ്സ്, പ്രസിഡൻറ്റിന് വരുന്ന വിസിറ്റേഴ്സ്, പ്രധാനമന്ത്രിക്ക് വരുന്ന സന്ദർശകർ. ഇപ്പോഴും നിലനിൽക്കുന്നത് ജനാധിപത്യമായിട്ടും ആ ചിലവ് നാം വേണ്ടെന്ന് വെച്ചിട്ടില്ല. ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും ഇവിടെ അട്ടപ്പാടിയിൽ, തേരട്ടപ്പാടിയിൽ ഒക്കെ ആളുകൾ, കീടപ്പാടിയിലൊക്കെ ആളുകൾ വിഷമിച്ച് കിടക്കുമ്പോൾ എന്താണ് അവരെ പറയുന്നത്? ആദിവാസികൾ എന്ന ഓനപ്പേരിൽ വിളിക്കുന്ന ആളുകൾ പട്ടിണി കിടക്കുമ്പോഴാണ് ഇവിടെ പ്രസിഡൻറ്റിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ സന്ദർശകർക്ക് എഴുതി തള്ളുന്നത്. ഇത് അന്യായമല്ലേ എന്ന് ചോദിക്കുക. എന്താ ചോദിക്കാത്തതാരും? എന്താ ചോദിക്കാത്തത്? എന്താ അത് വേണ്ടെന്ന് വയ്ക്കാത്തത്? ജനാധിപത്യമല്ലേ, വേണ്ടെന്ന് വയ്ക്കേണ്ടതല്ലേ? അവർ കാശ് കൊണ്ടുവന്ന് അവരവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോളും. ഇവിടെ ഹോട്ടലുണ്ട്, ഹോട്ടലിൽ നിന്ന് വിദേശത്ത് നിന്ന് വരുന്ന ഡെലിഗേറ്റുകളായാലും പ്രതിനിധികളായാലും അവിടെ നിന്ന് വരുന്ന അംബാസഡർമാരായാലും സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊണ്ടൊക്കെ കഴിക്കട്ടെ. എന്താ അങ്ങനെ ഒരു നിയമം വയ്ക്കാൻ പാടില്ലേ? അതിനെന്താ മര്യാദകളുള്ളത്? സാഹിബ് പറഞ്ഞ പോലെ നിങ്ങളുടെ കാശ് നിങ്ങൾ കൊട്, എൻ്റെ കാശ് ഞാൻ കൊട്. മലയാളം പഠിച്ച് പറഞ്ഞതാണ് ഈ കൊങ്ങിണി പറയുന്നത് പോലെ. എന്താ പാടില്ലാത്തത്? കൊണ്ടുവരുന്നില്ല. എന്താ കൊണ്ടുവരാത്തതാണ് ചോദ്യം. ആ ചോദ്യം അങ്ങനെ അന്തരീക്ഷത്തിൽ കിടക്കട്ടെ. അപ്പോൾ അതൊക്കെ ചില കാര്യങ്ങളൊക്കെ ഏത് ഭരണവ്യവസ്ഥയിലും ഒഴിവാക്കാൻ വയ്യാത്തതായിട്ടുണ്ട്. ഒരു പുരോഗമനത്തിൻ്റെ പേരിലും അതൊന്നും ഇല്ലാതാക്കാൻ സാധിക്കില്ല. കൈ കൂട്ടിപ്പിടിക്കുന്നവരും ഇങ്ങനെയെങ്കിലും കാണിക്കേണ്ടി വരും.